ബലമായി ചൈതന്യമായി ഉള്ളിൽ ഈശ്വരൻ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്കുണ്ടെന്ന് ആ നിർവികാര രൂപമായ ആ ഈശ്വരനിലേക്ക് എന്ന് നമുക്ക് ഉടരാൻ സാധിക്കും. സത്യമായതിനൊന്നും നമ്മൾ അറിയാൻ പോലും പോകുന്നില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അജ്ഞത, അവശതയാം അവിവേകം എന്ന് ഗുരു പറയും. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവിനെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് വരിക. ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഇനി അടുത്ത ഒരു ദിവസം നാളെയൊക്കെ വരുമ്പോൾ നിങ്ങൾ രാവിലെ മുതൽ ഒരു പ്രാർത്ഥനാ ബുക്കുമായിട്ട് വന്നിട്ട് ഒരുമിച്ച് ചേർന്ന് അവിടെ ഇരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇവിടെ വന്നിരുന്നാണെങ്കിലും അറിയാവുന്ന ഗുരുദേവ കൃതികളെല്ലാം തന്നെ ആവർത്തിച്ച് ചൊല്ലി ആ ചൈതന്യം ഇവിടേക്ക് ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഏൽക്കുള്ളൂ. ഇപ്പൊ ഈ പ്രതിഷ്ഠ ഇന്നിവിടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാറാക്കി ചൈതന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന പരമഗുരുവിന്റെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാകണം. ഗുരുമണ്ഡപങ്ങളിൽ നിന്ന് ഗുരുവിനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കണം. എപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം വീശുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മത്തിന്റെ പഠനം ഉണ്ടാകണം. കാരണം ഇന്ന് ഈ ലോകം നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വളരെ 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 വലുതാണ്. ഏറ്റവും പ്രധാനമായത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളതാണ്. ഏത് വിദ്യാലയത്തിൽ പറഞ്ഞു വിടും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ മകൻ നല്ലതാണ്, എന്റെ മകനെ ഞാൻ വളർത്തിയെടുത്തു, അവിടെ വരെ സേഫാ. ടീച്ചറൊക്കെ പറയും എന്റെ മക്കൾ നല്ലതാട്ടോ, ഞാൻ പറയും എന്റെ മകൻ നല്ലതാട്ടോ. ഇനി അവരുടെ മക്കള് ഈ വിദ്യാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഉറച്ച മനക്കെട്ടിയും ചങ്കുറപ്പും ധാർമ്മിക ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മം നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. കാരണം രാത്രി സഞ്ചാരങ്ങൾ ഏറുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതോ വീട്ടിൽ വരുന്നതിനോ സമയക്രമമില്ല. അമ്മയും അച്ഛനും അറിയേണ്ട ആവശ്യമില്ലത്രേ കുഞ്ഞ് എപ്പോ പോകുന്നു എപ്പോ വരുന്നു എന്ന്. സ്ഥിരം പോകാറുള്ളത് കൊണ്ട് അറിയില്ല രാത്രി പോകുന്നുണ്ടോ. ആലോചിച്ച് നോക്കിയേ, വല്ലാത്തൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുടെ ജോലി രാവും പകലുമെന്നില്ലാതെ ഷെഡ്യൂളുകളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് രാത്രിയും ഇറങ്ങേണ്ടി വരും കുഞ്ഞുങ്ങൾക്ക് ജോലിക്ക്, പകലും പോകേണ്ടി വരും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ധാർമ്മികമായ ഒരു അടിത്തറ കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പാതിരാത്രി ഇറങ്ങി നടന്നാലും, ഏത് മോശം കൂട്ടുകെട്ടിൽ പെട്ടാൽ, കൂട്ടുകാരുടെ ഇടയിൽ ചെന്നാലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാനുള്ള ഉറച്ച ബലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതിന് ആത്മീയമായ അടിത്തറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഇപ്പൊ ഞാൻ ഉഷച്ചിച്ചിയുടെ അടുത്ത് ചെന്നപ്പോ 1 വയസ്സുള്ള കുഞ്ഞ കൈ തൊഴുത്, ഞാൻ ചെന്നപ്പോഴേ തന്നെ എന്നെ തൊഴുത് കാണിക്കുക. ആ അമ്മൂമ്മ ഇരുത്തി മന്ത്രം ജപിക്കുന്ന പോലെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ വെറുത്ത് കാണിക്കുക. കാരണം അതൊക്കെ ഒരു അടിത്തറയാ. അതുപോലെയുള്ള ഭക്തന്മാരായ അമ്മൂമ്മമാരൊക്കെ വളർത്തുന്ന മക്കളുണ്ടെങ്കിൽ ഉണ്ടല്ലോ പതുക്കെ വരും. അപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ചെയ്യുന്നത്, നമ്മൾ കാണിച്ച് പ്രവർത്തിക്കുന്നതാണ് ജീവിതത്തിൽ. എൻ്റെ അച്ഛൻ ഇന്നിപ്പോ എൻ്റെ ഗുരുമണ്ഡപത്തിൽ ഗുരുവിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടും കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും ദിവസങ്ങളായി അലയുന്നത് ആ വീട്ടിലെ ഭാര്യയും മക്കളും കാണുന്നതാ. അവന്റെ ഉള്ളിൽ അവൻ അറിയാതെ ആ സംസ്കാരം കൊടുക്കും അച്ഛൻ. അല്ലാതെ നീ പോയി ഗുരുമണ്ഡപത്തിൽ പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞ ആരും പോവില്ല, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപാസന ചെയ്യുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും ഗുരുക്കന്മാരെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് സംസ്കാരമായിട്ട് വരും. സംസ്കാരമായിട്ട് നോക്കിയേ. അപ്പോ ഗുരുവിനെ പൂജിക്കുന്ന, അറിയുന്ന, പഠിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ പോലും മോശമായി പോവില്ല, ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ ആ സംസ്കാരം നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. കാരണം നാളെ നമ്മുടെ മക്കൾ പോയി പെടുന്ന ഇടം തീർച്ചയായും നിങ്ങൾ ഉറപ്പിച്ചോ മോശമായ ഇടമായിരിക്കും. അവിടെ നിന്ന് അവർക്ക് ഊരിപ്പോകണമെങ്കിൽ തന്നിലുള്ള സദാചാര ബോധം അവർക്കുണ്ടാകണം, അല്ലെ? ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നു സർവദ, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും ഗുരു പറഞ്ഞു തന്നു. ഈ സദാചാര മൂല്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഏത് കൊച്ചാ ചീത്തയായി പോവുക. കോലതിരേശ സ്തവമൊക്കെ കുഞ്ഞുങ്ങളെ ചൊല്ലാൻ ആവർത്തിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ചൊല്ലുമ്പോൾ അത് അവരുടെ ചെവിയിലേക്ക് കയറി അതൊരു സംസ്കാരമായിട്ട് മാറും,
അല്ലെ? ഈ ലോചനമാതിന്ദ്രിയം ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. കൈകാൽ മുതലാം എന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഏതായാലും ബ്രഹ്മചര്യ ആശ്രമമെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ എല്ലാം കൊണ്ടുവന്നിട്ട് പ്രഭാഷണങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ കേൾപ്പിക്കണം. 10 പേര് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുമ്പോൾ 10 പേര് വന്നാലും മതി. ആ 10 പേര് മതി ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ, വെളിച്ചം കിട്ടാൻ. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മചര്യ ആശ്രമം നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായും പഠിപ്പിച്ചിരിക്കണം. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിക്കാൻ പോയി അല്ലെ? ശ്രീകൃഷ്ണ ഭഗവാൻ പഠിക്കുമ്പോൾ അവിടെ കുചേലനൊക്കെ ഒരേ ആശ്രമത്തിലുണ്ടായിരുന്നേ. പരമദരിദ്രനായ കുചേലനും ആ ദ്വാരകാധീശനായ കൃഷ്ണനൊക്കെ ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ട് കാട്ടിപ്പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് കൃഷി ചെയ്ത് ആഹാരം ഉണ്ടാക്കി ഗുരു ശുശ്രൂഷ ചെയ്ത് ഒരേ സമാനമായ ഇടത്തോടു കൂടി ജീവിച്ചു വന്നിരുന്നു ഗുരുകുല സമ്പ്രദായത്തിൽ. അതുപോലെ ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം നമ്മളുടെ മക്കൾക്ക് കൊടുക്കണം. ധനമില്ലാത്തവരൊന്നും ഈ കാലത്തില്ല. എല്ലാ മക്കൾക്കും പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ധനത്തിന്റെ കുറവിന്നില്ല. പക്ഷെ ഒന്നിന്റെ കുറവുണ്ട്, ധാർമ്മിക ബോധത്തിന്റെയും സത്യത്തിന്റെയും ശരിയായ ജ്ഞാനത്തിന്റെയും ദാരിദ്ര്യം ഇന്ന് ഈ ലോകത്തുണ്ട്. ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞീടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം. എന്തിന്റെയൊക്കെ ദാരിദ്ര്യമല്ലേ? സ്നേഹത്തിന്റെ ദാരിദ്ര്യമില്ലേ കുടുംബങ്ങളിൽ? ഉണ്ടോ ഇല്ലയോ? പരസ്പര സ്നേഹം ഉണ്ടോ? പണ്ട് ഞാൻ ഓർക്കുക, 5ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് ഒരിക്കൽ എക്സ്ട്രാ വർക്കിന് പോയതാണ്. 5ാം ക്ലാസ്സിൽ ഞാൻ ഹൈസ്കൂൾ തലത്തിലുള്ള ടീച്ചറായിരുന്നു. ഒരു കുഞ്ഞ് വല്ലാതെ ആർത്തരച്ച് കരയുക. എനിക്ക് ആ ഫോണൊന്ന് തരാമോ ടീച്ചറെ? എന്താ മോനെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചോ പറയാണ്, രാവിലെ പോന്നപ്പോ എന്റെ അച്ഛന് ചെറുതായിട്ടൊരു ക്ഷീണം പോലെ, അച്ഛൻ ജോലിക്ക് പോകാതെ കിടക്കുകയാണ്. അപ്പൊ കുഞ്ഞിന്റെ ഉള്ളിൽ മുഴുവൻ ആരാ? അച്ഛനാ. എന്റെ ഫോൺ വിളിച്ച് അച്ഛൻ ഒക്കെ ഇല്ല മോനെ കുട്ടാ, അച്ഛനൊന്നുമില്ല കേട്ടോ, അച്ഛൻ്റെ ജോലിക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ചിരി കാണണം. പിന്നെ അവൾ ആക്റ്റീവായി പഠിക്കാൻ തുടങ്ങി. അത്തരത്തിലുള്ളൊരു സ്നേഹം ഇപ്പൊ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ? നമ്മളൊക്കെ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് കാണും, ഇതിനപ്പുറമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടേക്ക് രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു ഗുരു കടാക്ഷം, ഒരു ഈശ്വര കടാക്ഷം അവർക്ക് വേണം, തീർച്ചയായും വേണം. ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ വളരെ കഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുക്കണ്ട, അവർക്ക് വേണ്ടി വീട് കെട്ടി കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ ഗുരുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, 2 നാമങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കുക, ആധ്യാത്മികതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക. കുഞ്ഞെ, നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഈ ഗുരുവിന്റെ മുമ്പിൽ വന്ന് നീ കണ്ണൊന്ന് നിറഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ കണ്ണൊപ്പുന്ന കരുണാനിധിയാണ് ഭഗവാൻ എന്ന് നീ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അവരുടെ ജീവിത വഴികളിൽ ഏത് അധർമ്മ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോഴും ഈ ഒരു ശക്തി അവർക്ക് കിട്ടും. അതിനെങ്കിലുമുള്ള ഒരു ധാർമ്മിക ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മക്കളെ ട്യൂഷന് പൊക്കോ, അല്ലെങ്കിൽ അത് വീണ പഠിക്കൂ, അല്ലെങ്കിൽ ചെണ്ട പഠിക്കൂ, അത് പഠിക്കൂ, ഇത് പഠിക്കൂ എന്നൊക്കെ വിടുമ്പോൾ ഒരു ഇച്ചിരി നേരം ഒരു ബാലവേദികളൊക്കെ സംഘടിപ്പിച്ച് ഗുരുവിന്റെ ദർശനം പഠിപ്പിക്കുന്ന ഇടങ്ങളൊക്കെ ആയാൽ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ ആ കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഇതൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കുടുംബങ്ങളൊക്കെ വെളിച്ചമുള്ളതായിട്ട് മാറും. ഇല്ലെങ്കിൽ മഹാബുദ്ധിമുട്ടാണ് ഇന്ന് ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മചര്യ ആശ്രമം പഠിപ്പിക്കുമ്പോൾ ഗുരു തുടക്കം പറയണ എന്താണെന്നറിയോ? സമൂഹത്തിലെ നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിലെ സമ്പന്നരായ ആളുകളെ ഏറ്റെടുത്ത് നടത്തണം കേട്ടോ. കാരണം അടുത്ത വീട്ടിലെ കുഞ്ഞ്
നല്ല കളർഫുൾ ആയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് യൂണിഫോം പോലും വാങ്ങാൻ ഇടയില്ലാതെ, ഫീസ് കൊടുക്കാൻ കഴിവില്ലാതെ, രോഗം വന്നോ മറ്റ് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടോ നിർധനരായിരിക്കുന്ന അവശരായിരിക്കുന്ന ഒരു മാതാപിതാക്കളുടെ കുട്ടി ഉണ്ടെങ്കിൽ നിറകണ്ണുകളോടെ ആശയോടുകൂടി അതിനെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ സമ്പന്നരായ ആളുകൾ ഇടപെടണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഒരു പണക്കാരെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. എപ്പോഴും ഒറ്റപ്പെട്ടവരെയും ഓരം ചേർന്ന് നിൽക്കുന്നവരെയും ഒക്കെയാ ഗുരു കൂടെ കൂട്ടുപിടിച്ചിട്ടുള്ളത്. അരുവിപ്പുറത്ത് ശിവഗിരിയിൽ ഗുരു കൊണ്ടുവന്ന കുട്ടികൾ മുഴുവനും ഇങ്ങനെ തെരുവിൽ നിന്ന് കിട്ടിയ അനാഥ കുട്ടികളാണ്. അവരെ വിളിച്ചു കൊടുത്ത് നിർത്തിയിട്ടാണ് ഗുരു ദൈവദശകം രചിച്ചു കൊടുക്കുമ്പോൾ അത് ആധ്യാത്മവിദ്യയുടെ പരമാവധിയായ ബ്രഹ്മവിദ്യ തന്നെ ദൈവദശകത്തിലൂടെ പറഞ്ഞു കൊടുത്തത് ലോകത്തിലെ ഏതെങ്കിലും ചരിത്ര താളുകളിൽ ആരെങ്കിലും കുറിച്ചു വെച്ചിട്ടുണ്ടോ? കുറിച്ചു വെച്ചിട്ടില്ല. കാരണം ജാതിയും മതവും ഇന്ന് മനുഷ്യനെ വല്ലാതെ കേറി മതിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള പരമചൈതന്യം എല്ലാവരും ഒന്നെന്ന് പറഞ്ഞൊരു ഋഷീശ്വരനെ ലോകം അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. എന്തു വേണ്ട, ഗുരുവിന്റെ കുലത്തിൽ വന്ന് പിറന്നവർ പോലും ഗുരു ആരാണെന്ന് അറിയില്ല. നമ്മൾ പോകും മറ്റു വഴികളിലൊക്കെ നമ്മൾ പോകും അങ്ങോട്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവിടുന്ന് തന്നത് എന്താണെന്ന് അറിയാനോ ചിന്തിക്കാനോ പഠിക്കാനോ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ച് എപ്പോൾ തുടങ്ങുന്നോ അപ്പം നമ്മുടെ കയ്യിലേക്ക് വന്നു തുടങ്ങും ഗുരുദേവ കൃതി, ഗുരുദേവ പഠനം. എവിടെയാ ഗുരുവിനെ പഠിപ്പിക്കണം? ഞാനൊന്ന് വന്നോട്ടെ. വന്നു പെട്ടാലുണ്ടല്ലോ പിന്നെ തിരിച്ചു പോക്കില്ല, ജീവിതം ശാന്തമായി. അപ്പോ ബ്രഹ്മചര്യാശ്രമത്തിൽ നമ്മൾ പറഞ്ഞു വന്നത്, നിർധനരായ കുട്ടികൾ നമ്മുടെ ശാഖയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം. കാരണം വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്ന സാഹചര്യമുള്ള കുട്ടികളെ കണ്ടെത്തണം. കാരണം ജീവിതത്തിന്റെ പടവുകളിൽ ആ ഒരു എന്താ പറയാ ദയയും കാരുണ്യവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. സങ്കടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളിലെല്ലാം നമ്മളെ സഹായിക്കാൻ ധനമുള്ളൊരു കരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അവര് വന്നത് ദൈവാനുഗ്രഹമായിട്ടാണ് വന്നത്, അല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് അവർ നമ്മുടെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, നിർധനരായ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ധനം വിദ്യയാകും, വിദ്യ സേവനമാകും, വേണ്ടത് ചെയ്യുക. ഈ മൈക്കിന്റെ മുമ്പിൽ ഇന്നിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഗുരുവിന്റെ വാക്കല്ലേ? ധനം വിദ്യയായി വന്നാൽ ആ വിദ്യ ലോകസേവനമായി വരും. അങ്ങനെയല്ലേ സഹോദരനയ്യപ്പ പ്രവർത്തിച്ചത്? സഹോദരനയ്യപ്പനെ ഗുരു പഠിപ്പിച്ചതാ, കുമാരനാശാനെ ഗുരു പഠിപ്പിച്ചതാ, ശിവലിംഗദാസ സ്വാമികളെ ഗുരു പഠിപ്പിച്ചതാ, നടരാജ ഗുരുവിനെ ഗുരു പഠിപ്പിച്ചതാ. അവര് സ്വന്തം കുടുംബവും കെട്ടി വീടും കെട്ടി മണിമാളിയും കെട്ടിയിരുന്നോ? ഇല്ല, ഇല്ല, അല്ലെ? ഈ ലോക ജീവിതത്തിലേക്ക് ഇറങ്ങാൻ തക്ക ശേഷിയും ശേമുഷിയും അറിവും കൊടുത്തുകൊണ്ട് ഗുരു സജ്ജരാക്കി. അതാണ് പറഞ്ഞ, ഭരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടരിനായി ഭവാനണി നിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ പരമസദ്ഗുരു. അവിടുന്ന് ഒരു പടസംഘം, ഒരു പടനായകനായി നിന്നുകൊണ്ട് ആ വലിയ സേനയിലെ കരുത്തുറ്റ സേനാനായകന്മാരെ ഒത്തിരി ഒത്തിരി വാർത്തെടുത്തിട്ടുണ്ട്. നടരാജഗുരു ലോകം മുഴുവൻ കറങ്ങി ഗുരുവിന്റെ ദർശനം പ്രചരിപ്പിച്ചു. കുമാരനാശാൻ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ആ ബോധാചാര്യക്കടൽ ചെങ്കമലം അതിനടിക്കാണു നിർവാണലോകം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ചു. ശിവലിംഗദാസ സ്വാമികൾ സമാധി അടഞ്ഞു ആ ഗുരുവരന്റെ കാൽച്ചുവട്ടി. ആലോചിച്ചു നോക്കൂ, ബോധാനന്ദ സ്വാമികള് അങ്ങ് വാടാനപ്പള്ളിയില് കടലെടുക്കാത്ത, എപ്പോഴും വൈക്കാട്ടി ശങ്കരൻ മുത്തപ്പന്റെ വീട്, ആ കടൽ തീരത്തിരിക്കുന്ന വീട് ഓരോ തിരയും വന്ന് വിഴുങ്ങിക്കൊണ്ടു പോകും. എല്ലാ വർഷവും വീട് വെക്കും, കൃഷി ചെയ്യും, അതൊക്കെ തിര വിഴുങ്ങിക്കൊണ്ടു പോകും. ഈ കൊല്ലം ഞാൻ വീട് മാറുന്നില്ല, ഞാൻ എൻ്റെ ഗുരുവിന്റെ സമീപത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഗുരു തൃശ്ശൂര് മുർക്കഞ്ചേരി ആശ്രമത്തിൽ ഇരിക്കുമ്പോ ചെല്ലുവയാ. എന്നിട്ട് പറയാ, ഗുരു ഈ പ്രാവശ്യം ഞാൻ വീട് മാറ്റുന്നില്ല, ഞാൻ പോകുന്നില്ല. കൃഷിയിടങ്ങളും ധാരാളമുണ്ട്. അവിടെ നിർധനരായ ആളുകൾക്ക് വയറു നിറച്ച് കഞ്ഞിയൊക്കെ കൊടുക്കുമായിരുന്നു. എന്തും കിട്ടും അവിടെ വന്നാൽ, കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി പോകില്ല. ആ സമയത്ത് ഗുരു പറയാണ്, നാം എന്ത് ചെയ്യണം?
ഗുരു അവിടെ വരണം. നാം വന്നാൽ കടൽ തീരെ അടങ്ങുമോ? അടങ്ങും സ്വാമി. അത് വിശ്വാസാണേ. അന്ന് അതുപോലെയുള്ള ഭക്തര് വിശ്വാസികൾ ഇന്നുണ്ടോ? ഉണ്ടോ? ഹൃദയത്തിൽ തൊട്ട് നമുക്ക് പറയാമോ? ഉണ്ടോ? ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പറയണ ഗുരു വന്നാൽ മതി, തിരയടങ്ങും. അത്രയ്ക്ക് പ്രത്യക്ഷ ദൈവികമായി ചൈതന്യമായി ഗുരുവിനെ അനുഭവിച്ച ശിഷ്യന്മാരവരെ ഗുരു വേഗം ബോധാനന്ദ സ്വാമികളെ വിടും. കാരണം തൃശ്ശൂര് ആശ്രമത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ കർമ്മങ്ങളുണ്ട് ഗുരുവിന്. അപ്പോൾ വേഗം ബോധാനന്ദനോട് പോവുക. സ്വാമി ശിഷ്യൻ ഗുരുവിൽ സമർപ്പിതനാണ്. നേരെ ചെന്ന് തിര ആഞ്ഞടിച്ചു വരികയാണ് വാടാനപ്പള്ളിയില്. നമ്മളിപ്പോഴും അവിടെ കണ്ടാൽ പോയിട്ടുള്ളവരുണ്ടോ? വാടാനപ്പള്ളിയില് പോയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ആ മൺതിട്ട വന്ന് മൂടിയിട്ട് ആ ഒരു കവറിംഗ് ആയിട്ട് അവിടെ നിൽക്കുക. ഒരു തിരയും ആ വീട് എടുക്കില്ല. പിന്നെ ബോധാനന്ദ സ്വാമി വന്നിട്ട് കടൽ തിരയ്ക്കും വീടിനും ഇടയിൽ തടയിണയായിട്ട് കിടന്നു. അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ചത്തുപോകുമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ ഗുരു, എന്നെ കൊണ്ടേ വെള്ളത്തിലിടാൻ പോവാണോ എന്ന് വിചാരിച്ചോ? ഗുരുവാ പറഞ്ഞേക്കണേ. കിടന്നു അവിടെ. ഒരു തരി വെള്ളം പോലും ബോധാനന്ദ സ്വാമിയുടെ ശരീരത്തെ സ്പർശിച്ചില്ല. രാവിലെ വരുമ്പോ തിര ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ബോധാനന്ദ സ്വാമിയെ കടന്ന് തിര കിടക്കുന്നില്ല. ഗുരു ഇങ്ങനെ വന്നൊന്ന് നോക്കുന്നുണ്ട്, ഇങ്ങനെ കൈയൊന്നും ഇങ്ങനെ ഉയർത്തുന്നുണ്ട് തിരയെ നോക്കിയിട്ട്. അപ്പൊ അടങ്ങുക. അത് കാരണം എന്താണെന്നറിയോ? അങ്ങനെ അടങ്ങാൻ കാരണം എന്താണെന്നറിയോ? ആ വാടാനപ്പള്ളിയിലെ തിര അടക്കി എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറുതെ കെട്ടുകഥകളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഏതാ പറയാ, പൗരാണിക കാലത്തെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രകൃതി ശക്തിയെ നിയന്ത്രിച്ച ഋഷീശ്വരന്മാരുടെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിച്ച് ഈശ്വരനായി മാറുന്ന അവസ്ഥയിൽ നമ്മളുടെ ഈ അനാഹത ചക്രത്തിലേക്ക് നമ്മുടെ പ്രാണൻ കടന്ന് ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന തൊട്ട് മുന്നത്തെ പടി വരുമ്പോ ഋഷിമാർക്ക് അമാനുഷികമായ കഴിവുകൾ വരികയാണ്. നമ്മൾ ഒരാൾ അടുത്ത് വന്ന് നിന്നാൽ അവരുടെ ഉള്ളെന്താണെന്നും അവരുടെ ജന്മങ്ങൾ എന്തൊക്കെയാണെന്നും പ്രകൃതി ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്ക് ഈ ലോകത്ത് പ്രപഞ്ച സൃഷ്ടി ഒഴികെ എല്ലാം ചെയ്യാൻ സാധിക്കും. പതഞ്ജലിയുടെ പാതഞ്ജല യോഗസൂത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, യോഗവിദ്യയുടെ മൂർധാന്യാവസ്ഥയിലെ പഠിച്ചു വരുന്ന ഒരുവന് ഈ ശക്തികൾ കൈവരും. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ ത്രിശങ്ക് സ്വർഗമൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ യോഗവിദ്യയുടെ കഠിനമായ സങ്കല്പം കൊണ്ടാണ് ത്രിശങ്കുവിനെ സ്വർഗത്തിലെടുത്തില്ല. കർമ്മം പരിപക്വമാകാത്തോണ്ട്. അപ്പോഴാണ് ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ നമ്മളിപ്പോ അതൊക്കെ എന്താ ചെയ്യുക? ഇതൊക്കെ ചുമ്മാ കെട്ടുകഥയല്ലേ എന്ന് പറഞ്ഞ എന്താന്ന് പറയട്ടെ, നമ്മൾക്കൊന്നും അത്തരത്തിലുള്ള തലങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള മാനസികമായ വെളിച്ചമോ പക്വതയോ അറിവോ ഇല്ല. വാസനയുടെ തലം കൂടുതലാ, കർമ്മവാസനയുടെ. പക്ഷേ ഗുരുവിനെ അത്യധികമായ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനും മറ്റുമുള്ള അലൗകികമായ സിദ്ധിവിശേഷങ്ങൾ ഗുരുവിനുണ്ടായിരുന്നു. അപ്പോഴും ഗുരു ചോദിക്കും, നാം പറഞ്ഞ ഇതൊക്കെ നടക്കുമോ? വെറുതെ പറയും, നാം പറഞ്ഞത് നടക്കുമോ? പക്ഷെ ഗുരു ഒന്ന് നോക്കിയാൽ നടക്കും അല്ലെ? കൈയൊന്ന് ഉയർത്തിയാൽ ആഞ്ഞടിച്ചു വരുന്ന തിരകൾ വരെ അവിടെ അടങ്ങുന്ന എന്തുകൊണ്ടാ? പ്രകൃതിക്കറിയാം. ആ പ്രകൃതി ശക്തിയോട് താതാത്മ്യപ്പെട്ട ആ ചൈതന്യത്തിന്റെ സങ്കല്പം നടപ്പാക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് വാടാനപ്പള്ളിയിലെ തിരയെടുക്കാത്ത കടൽ എന്നും കിടക്കുന്നത്. നമുക്കൊക്കെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടേക്കൊന്ന് പോയി നോക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ പല 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 സന്ദർഭങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഗുരു സശരീരനായപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞത്, ഭുവന ശുശ്രൂഷേ അഴുതാലും ഭഗവാനെ അങ്ങ് ഈ ലോകത്തെ ശുശ്രൂഷിച്ച്. ഇപ്പൊ കരഞ്ഞോണ്ട് ചെല്ലുമ്പോൾ കരച്ചിൽ കണ്ട എപ്പോഴും അവന്റെ കരച്ചിലങ്ങ് മാറ്റിയെടുക്കും. ആ എടുക്കണ കർമ്മം തന്നിലേക്കാ. അത് പിന്നെ വേദനയായി ശരീരം കൊണ്ട് അനുഭവിക്കും അല്ലെ? അങ്ങനെയാണ് ഗുരുവിന്റെ മഹാസമാധിയോട് അടുത്ത് ധാരാളം ഒത്തിരി വേദനകൾ ഭഗവാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. പഴം കൊടുത്തും കൽക്കണ്ടം കൊടുത്തും ഒക്കെ അസുഖം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ആ അസുഖം എങ്ങോട്ടാ എടുക്കണേ? സ്വന്തം ശരീരത്തിലേക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭുവന ശുശ്രൂഷ ചെയ്തിട്ടല്ലേ ഭഗവാനെ ഈ ശരീരം ഇത്ര പെട്ടെന്ന് അങ്ങ് പോയത്? ഞങ്ങൾക്ക് ഉയർന്നു വന്ന വിഗ്രഹം, എഴുന്ന വിഗ്രഹം വിലയമാണ്ടുപോയി. അതുകൊണ്ടല്ലേ അല്ലേ? അപ്പൊ ഇതൊക്കെ ഗുരുവിനെ കണ്ടറിഞ്ഞ ശിഷ്യഗണങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന വാക്യങ്ങളാണ്. അപ്പോ ബ്രഹ്മചര്യാശ്രമം എന്ന അധ്യായം ശ്രീനാരായണ ധർമ്മത്തിലെ പഠനമുണ്ടാകണം. ഇപ്പോ സ്മൈൽ കെയറിന്റെ സ്മൈൽ
ദർശന്റെയൊക്കെ ആഭിമുഖ്യത്തില് ശ്രീനാരായണ ധർമ്മം എത്രയോ ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അത് പ്രബോധകൃത സ്വാമികൾ അതിനെ നല്ല ഭംഗിയായിട്ട് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്ലോകം വായിച്ചാൽ മനസ്സിലാകാത്തവർക്ക് വ്യാഖ്യാനം നോക്കി പഠിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തരും. അല്ലെങ്കിൽ അത് നമുക്ക് സ്പോൺസർ ചെയ്യിക്കാനുള്ള ആൾക്കാരുണ്ടാക്കണം. അതിനുശേഷം നമ്മുടെ കുടുംബങ്ങളിൽ അത് കൊടുക്കണം. അതിനുശേഷം അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നടത്തണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഗുരുവിലേക്ക് എത്താനാവുക. അല്ലെങ്കിൽ നമ്മളൊരു പൂജയ്ക്ക് ഒരു പുഷ്പവും ആ പാദത്തിലിട്ട് പോയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വെളിവാകുമോ? എല്ലാ മാസവും ചതയത്തിനും അല്ലെങ്കിൽ പിറന്നാൾ വരുമ്പോഴൊക്കെ വന്ന് ഭഗവാനെ കാത്തോണേ എന്ന് പറഞ്ഞ് പോയാൽ നമുക്ക് വെളിച്ചമുണ്ടാവുമോ? ഇല്ല. അതിനെന്ത് വേണം? ഗുരുവിന്റെ വാക്ക് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെ ഗുരുവിന്റെ കൃതികൾ പഠിക്കാൻ തുടങ്ങണം, അല്ലെ? പഠിക്കാൻ തുടങ്ങണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അതിനുള്ള വെളിച്ചം നമുക്ക് ഉണ്ടാവും. അപ്പൊ ഗുരു പറയുന്ന ഒരു വിദ്യാർത്ഥി അവന്റെ ജീവിതത്തിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയാൽ ഒരിക്കലും അവന്റെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് അവൻ പതിച്ചു പോകാതിരുന്നാൽ അവൻ ജീവിതത്തിൽ ഈ ലോകത്തെ നയിക്കുന്ന കുട്ടിയായിട്ട് വളർന്നു വരാൻ സാധിക്കും. ശ്രീനാരായണ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള മക്കൾ ഉണ്ടായി വരണം. അതുപോലെ തന്നെ അതിനടിത്തറ ഗുരു പറഞ്ഞേക്കണേ എപ്പോഴാണെന്നറിയോ? ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ അമ്മ തയ്യാറാകുന്ന സമയം മുതൽ, അമ്മയുടെ വയറ്റിലേക്ക് കുഞ്ഞ് ജന്മം കൊള്ളുന്നത് മുതൽ ആ സംസ്കാരം അമ്മയ്ക്കുണ്ടാവണം. പ്രാർത്ഥന ചൊല്ലുകയും നല്ല കാര്യങ്ങൾ കേൾക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും മഹാന്മാരുടെ ജീവിതകഥകൾ പഠിക്കുകയും പ്രാർത്ഥനയും ഒക്കെ ആ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ സംസ്കാരത്തിന് ചേർന്ന രീതിയിൽ ചെയ്യണം. അത് അറിവില്ലാത്ത നമ്മുടെ മക്കൾക്ക് അമ്മമാര് പറഞ്ഞു കൊടുക്കണം. 10 പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അവരുടെ അടുത്തിൽ നിന്ന് നമ്മൾ നാമം ചൊല്ലുമ്പോഴെങ്കിലും അത് അവർ കേൾക്കട്ടെ. അതുപോലെ തന്നെ ജനിച്ചു വന്ന കുഞ്ഞിനെ വളരെ ശ്രദ്ധിക്കണം. 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ബേസ് ക്യാരക്ടർ മോൾഡിങ്ങിന്റെ സമയം എപ്പോഴാ? 12 വയസ്സായവനോട് വാമോനെ ഗുരുമണ്ഡപത്തി വാമോനെ എന്ന് പറഞ്ഞാൽ വരില്ല. 5 വയസ്സ് വരെ കുഞ്ഞിനെ ദേവനായി വളർത്തണം. പോഷിച്ചൊരു കൊച്ചിനെ വളർത്തുന്നുണ്ട്, ഇപ്പോഴേ തോന്നുന്നുണ്ട്. ഞാൻ അത് കണ്ടുകൊണ്ട് പറയുക കേട്ടോ. അപ്പോ ആ കുഞ്ഞ് ഒരു 5 വയസ്സൊക്കെ വരെ ആ ഒരു ശിക്ഷണത്തിൽ വളർന്ന് ആ ഒരു പ്രാർത്ഥനയൊക്കെ കണ്ട് വളർന്ന കുട്ടി, ഭക്തിയോടെ വളർന്ന കുട്ടി നമ്മളെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ കാണിച്ചു, അല്ലെ? ആ കുട്ടി ആരെങ്കിലൊക്കെ നിന്ദിക്കാൻ പോവും. എവിടെയെങ്കിലും മോഷണമോ പറിക്കോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇടിയുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ കുത്തിക്കൊല്ലാനോ പോവോ? ഇല്ല. നന്മയുടെയും കരുണയുടെയും ഒക്കെ നല്ല പാഠങ്ങള് കാണിച്ചു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുകയല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. ഒരിക്കലും കുടുംബങ്ങളിൽ വഴക്കുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. കുഞ്ഞുങ്ങള് മുതിർന്നവരൊക്കെയുള്ള മാതാപിതാക്കളൊക്കെ ഉള്ളപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നത്, മോശം വാക്കുകൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരെ വളരെ മോശം സംസ്കാരം ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതുപോലെ ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വയസ്സ് വരെയുള്ള സമയത്താണ് കുട്ടിയുടെ വളർച്ചയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 10 മിനിറ്റേ ഉള്ളൂ. 5 വയസ്സ് വരെ. എപ്പോഴാ? 5 വയസ്സ് വരെയുള്ള സമയത്തുള്ള കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥനയും നല്ല മഹാന്മാരുടെ മോറൽ കഥകൾ പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരെ കാണുമ്പോൾ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നല്ല നാമങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കണം. നല്ല മോറൽസ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ അവരിലേക്ക് കിട്ടിയാൽ അത് അവരിൽ ഉറച്ചു കഴിഞ്ഞാൽ ബസ്നാലോസി പറയണ പോലെ 7 വയസ്സ് വരെ നിങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരൂ. അതിനുശേഷം നിങ്ങൾ അവനെ ഏത് ചെകുത്താന്റെ കയ്യിൽ കൊണ്ട് ഇട്ട് കൊടുത്താലും അവനെ മോശമാക്കാൻ അവർക്ക് ആർക്കും സാധ്യമല്ല. കറക്റ്റാണ്. നമ്മൾ വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ ഇതെനിക്ക് പറ്റില്ല എന്ന് കരുതി അവിടെ നിന്ന് ഊരി പോരും, അല്ലെ? ഇതെനിക്ക് നോ എന്ന് പറയാൻ ആ നോ എനിക്ക് ശക്തി കൂടും. ഇതെനിക്ക് പറ്റുന്നതല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഈശ്വരീയമായ അറിവ്, ഈശ്വരൻ പുറത്തുള്ളതൊന്നും അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. പുറത്തെവിടെയോ ഇരിക്കുന്ന ഈശ്വരനെയാണ് എൻ്റെ അമ്മമ്മയും അപ്പൂപ്പനും പഠിപ്പിക്കുന്നത് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മള് ബീജവും അണ്ടവും ചേർന്ന് ഒരു കുഞ്ഞ് രൂപം കൊള്ളുമ്പോൾ ആദ്യപടിയായി ഈശ്വരൻ കൊളുത്തി വെച്ചൊരു വിളക്ക് നമ്മുടെ ഉള്ളിലുണ്ട്.
അതിൽ നിന്നാണ് ശരീരവും ഇന്ദ്രിയവും മനസ്സും ഒക്കെ ഓരോരോ മാസങ്ങളായി രൂപപ്പെട്ട് വന്ന് 9 മാസം 9 ദിവസം 9 വിനാഴിക കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അതിന്റെ ബേസ്മെന്റ് അവിടെ ഈശ്വരൻ കൊളുത്തി വെച്ച വിളക്ക. ആ വിളക്ക് അതാണ് ഈശ്വരൻ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുള്ളത് കൊണ്ടാണ് ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതങ്ങ് കെട്ടുപോയാലോ. നമ്മൾ പറയാറില്ലേ, നമ്മൾ പട്ടുമെത്തയിൽ AC ഒക്കെ ഇട്ട് കിടന്ന് ഉറങ്ങിയിരുന്ന് നമ്മള് ആ കൊളുത്തി വെച്ച വിളക്കം അണഞ്ഞു പോയാൽ വളരെ സങ്കടം തോന്നും അല്ലേ. വിറകിന്റെ ഉള്ളില് പൂവൊക്കെ ഇട്ട് ഒരു വിറക് കോലായിട്ട് കൊണ്ട് കിടത്തൂലേ നമ്മളെ കിടത്തും. ആ കിടത്തുമ്പോ അതിനകത്തുണ്ടായിരുന്ന എന്താ പോയേ? കൊളുത്തി വെച്ച വിളക്ക് അണഞ്ഞു പോയി. ശരീരത്തിൽ ഇരുന്നപ്പോ ആ കൊളുത്തി വെച്ച വിളക്കിന് ആരെങ്കിലും പറഞ്ഞു തന്നോ? ഇല്ല, പറഞ്ഞു തന്നില്ല. അതുണ്ടായിരുന്നുകൊണ്ടല്ലേ സുന്ദരിയായതും സുന്ദരനായതും കേൾക്കാൻ പറ്റിയതും ആ എന്ത് രുചിയാ സാമ്പാറിനെന്നൊക്കെ പറയാൻ പറ്റിയ എന്തുകൊണ്ടാ? കാഴ്ചയായും കേൾവിയായും രസമായും രൂപമായും ഗന്ധമായൊക്കെ 5 ഇന്ദ്രിയങ്ങളുടെയും വകതിരിച്ച് ആ രസത്തെ അനുഭവിപ്പിച്ചത് ആരാ? ഉള്ളിൽ കൊളുത്തി വെച്ച വിളക്കാണ്. അതാ ഗുരു പറഞ്ഞ കരുവിനു കണ്ണുകൾ 5 തെരുതരെ വീണു വണങ്ങി ഊതിടേണം. ഇത് പറഞ്ഞു തന്ന അതുകൊണ്ടാണ്. അപ്പോ ഇതിനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം. പിന്നെ കുടുംബത്തിൽ ജീവിക്കുന്ന അമ്മമാരോട് ഗുരു പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭാര്യാധർമ്മത്തിലൂടെ. അതെന്തെന്നാ ടീച്ചറെ? ഭാര്യാധർമ്മത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, കുടുംബജീവിതം നയിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തന്റെ വാഴ്ചയ്ക്കു തുണയാമവൾ. കുടുംബത്തിലിരിക്കുന്ന കുടുംബിനിമാർക്ക് ഗുണം ഉണ്ടാവണം. ആ ഗുണം എങ്ങനെയുള്ളതായിരിക്കണം? തമിഴന്മാരോട് പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് അവര് വരുമ്പോ ഒളിച്ചിരിക്കുന്ന വീട്ടമ്മ ഉണ്ടാകാൻ പാടില്ല. ഭർത്താവ് പണിയെടുത്ത് കൊണ്ടുവരുന്നതിന്റെ 10 ഇരട്ടി ചെലവാക്കിയിട്ട് വീണ്ടും ഭർത്താവിനെ കടക്കണിയിൽ പെടുത്തുന്ന അമ്മമാരുണ്ടാകാൻ പാടില്ല. 100 രൂപ കൊണ്ടുവന്നാൽ 75 രൂപ ചെലവാക്കിയിട്ട് 25 രൂപ മിച്ചം വെക്കുന്ന അമ്മമാരുണ്ടാവണം. ഏത് സമയത്ത് അമ്മയുടെ കയ്യിൽ എടുത്തു തരാൻ പൈസ ഉണ്ടാവും, അച്ഛൻ കൊടുത്തതിന്റെ ബാക്കി അല്ലേ? അങ്ങനെ മിച്ചം വെക്കാൻ പഠിക്കണം. വരവനുസരിച്ച് ചെലവ് ചെയ്യണം. തൻ്റെ മക്കളെ നന്നായി വളർത്താൻ സാധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു വീട്ടമ്മയുള്ള വീട് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബമാണ്. ഗൃഹിണിയാണ് വീടെന്ന് പറയുന്നത്. ഒരു ഗൃഹിണിയെയാണ് ഗൃഹമെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നല്ലൊരു വീട്ടമ്മയായി മാറുവാനുള്ള എല്ലാ കാര്യങ്ങളും ഗുരു നമുക്ക് ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ അവിഛിന്നമായ പ്രേമത്തോടുകൂടി, വിട്ടുപിരിയാത്ത പ്രേമത്തോടുകൂടി എവിടെ വസിക്കുന്നു അവിടം സർവ കല്യാണ സമ്പന്നമായ അതിപാവനമായ കുലമായി മാറുന്നതെന്ന്. അതൊക്കെ പുണ്യാത്മാക്കൾക്ക് കിട്ടുള്ളൂ കേട്ടോ. നല്ല ഭർത്താവ് ഉണ്ടാവുക, നല്ല മക്കളുണ്ടാവുക, നല്ല കൂട്ടുകാരുണ്ടാവുക, നല്ല സത്സംഗങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ പുണ്യകൃതോ ലഭന്തേ, പുണ്യകൃതായ ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ അമ്പാടിമലയിൽ പോകുമ്പോൾ ഒരു ചേട്ടൻ, അപ്പൊ ഒരു ദിവസം അവിടെ കുടുംബ യൂണിറ്റ് വന്നപ്പോഴ് എന്നോട് പറയണം, വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ചേട്ടന്റെ വേഷം. അപ്പോൾ വരുമ്പോൾ ചോറൊക്കെ വിളമ്പ് ചേച്ചി കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരം ചേട്ടനും കൂടെ അടുക്കള നിന്നെല്ലാം ജോലി ചെയ്ത് ഉച്ചയ്ക്ക് എനിക്ക് ആഹാരം വിളമ്പി തരുവാണ്. എല്ലാത്തിനും നല്ല രുചിയാണ്. എന്നിട്ട് ചേട്ടൻ പറയുവാണ്, മുത്തേ ഇവിടെ വാങ്ങും. അപ്പൊ ഞാൻ വിളിച്ചത് ഏതെങ്കിലും കുട്ടികൾ ഇവിടെ ഉണ്ടോ നോക്കിയപ്പോ എന്നെ ഭാര്യയെ വിളിക്കുന്നത്. അപ്പൊ എന്നിട്ട് പറയും, മുത്തേ ഇവിടെ വാ എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് പറയാ, ടീച്ചർ ഇരിക്കണമെന്നാ പറയണതേ. അപ്പൊ അദ്ദേഹം നോക്കൂ, ആ ദമ്പതികളുടെ പ്രേമത്തിൽ വല്ലാതെ മനസ്സ് സന്തോഷപ്പെട്ടു. അതിന് അടുത്തിരുത്തിട്ട് പറയുകയാണേ, ടീച്ചറെ ഒന്നും തോന്നരുത്, ഞാനാണ് ഇവക്ക് കൊടുക്കാറ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉരുള നാണം വന്നിട്ട് വയ്യ അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞു, അത് വാങ്ങിച്ചോ, ഭാഗ്യവതി സൗഭാഗ്യവതി അല്ലെ, അനുഗ്രഹമുള്ളവള്. അപ്പൊ പറയാണ്, എന്റെ ഭാഗ്യം ഇവളാ, തിരിച്ചങ്ങോട്ട് തരാറുള്ളത്. ഇന്ന് അവള് എനിക്ക് തരണ്ട, അവള് തരൂല, അവൾക്ക് നാണമാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ചേട്ടന് 80 വയസ്സുണ്ട്,
ചേച്ചിക്ക് 70-ഓളം വയസ്സ്, 75ഓളം വയസ്സുണ്ട്. എന്നിട്ടും ആ ദമ്പതികൾ വാഴുന്ന കുടുംബത്തില് എത്ര പ്രേമവും സ്നേഹവുമാ. ആ ആഹാരത്തിന് അത്ര രുചിയായിരുന്നു, അത്ര ഭക്തിയോടുകൂടിയാണ് അവരത് ഉണ്ടാക്കി തന്നത് നമുക്ക്. അപ്പൊ നമുക്ക് ഗുരു പറയുന്ന ആ ഒരു സംസ്കാരം നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഉണ്ടാവും വേണ്ടല്ലോ. എപ്പോഴും ഒരുമിച്ചേ നടക്കുള്ളൂ. അമ്പലത്തിൽ വന്നാലും എവിടെ പോയാലും ഉണ്ടാവും കൂടെ. അതൊക്കെ ഈ ലോകത്ത് അപൂർവമായിട്ടുള്ള ദമ്പതികളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലേ ഇന്ന് ഈ ഉള്ളിലുള്ള വെളിച്ചത്തെ പുറത്തേക്ക് പകരാനാവുന്നത്? ഉള്ളിൽ വെളിച്ചമുള്ളവർക്കല്ലേ പുറത്ത് വെളിച്ചം കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ ദുഃഖവും ഇരുട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ വാക്കിന് ശക്തി ഉണ്ടാവോ? ശക്തി ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഗുരു തന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. കുടുംബം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ പാലിക്കേണ്ടത് മൗനമാണ്. കാരണം കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്ഷമ പാലിക്കേണ്ടത് ഒരു സ്ത്രീ തന്നെയാണ്. പണ്ടൊക്കെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന, മദ്യത്തെ കുറിച്ച് നമുക്കൊന്നും പറയാനൊന്നും ഇനി സമയമില്ല, എങ്കിലും പറയാ, പണ്ടൊക്കെ വീടുകളിലെ കലഹങ്ങൾ കൂടുന്ന എപ്പോഴാണെന്നറിയോ? മദ്യപാന നിമിത്തം കലഹങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങൾ ഇന്ന് ധാരാളം ഉണ്ടല്ലേ? ധാരാളം ഉണ്ട്. ആരും അത് പുറമെ പറയാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഉള്ളിൽ ഇരുട്ടനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോ മദ്യപിച്ച് ഭർത്താവ് വൈകുന്നേരം കലഹം ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീ ഒരുമിച്ച് അദ്ദേഹം പറയുന്നതിന്റെ അപ്പുറം അദ്ദേഹത്തോട് സംസാരിച്ചാൽ ആ കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവോ? ഇല്ല. അപ്പോ എന്ത് ചെയ്യണം? ക്ഷമിക്കേണ്ടടുത്ത് മൗനമായി, പിന്നെയും പറയും, പിന്നെയും മൗനമായിരിക്കുക, പിന്നെയും ഉപദ്രവിക്കും, പിന്നെയും മൗനമാകുക. ആ മൗനം അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കും. കാരണം ഗുരുവിന്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു സ്ത്രീ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ മദ്യപാനം കാരണം എവിടെയെങ്കിലും ചാടി ചത്തു കളയാന്ന് കരുതി ഒരു ആറ്റിലേക്ക് എടുത്ത് ചാടിയ ഒരമ്മയെ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുവന്ന് കൗൺസിലിങ്ങിന് വേണ്ടി ഗുരുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഗുരു പറഞ്ഞു, ഗുരു അങ്ങനെ കുറച്ച് നർമ്മം കലർത്തിയ ഗുരു പറയുള്ളൂ. ശരി, എല്ലാം ശരിയാവുമല്ലോ, ഒരു കാര്യം ചെയ്യൂ, ഇന്ന് മുതല് ഒരു 10 ദിവസത്തേക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുമോ കല്യാണി? അപ്പൊ അനുസരിക്കുക, സ്വാമി എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് സമാധാനം ഉണ്ടായാൽ മതി, അദ്ദേഹത്തിന്റെ ആ കള്ളുകൂടി ഒന്ന് മാറിയാ മതി. സ്വാമി പറഞ്ഞു, എന്നും സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആ സന്ധ്യ ആകുമ്പോഴാണല്ലോ ആടി ആടി വരവ്. അപ്പൊ പറഞ്ഞു, വെള്ളം കൊടുക്കുക വായിൽ ഇങ്ങനെ. അത് പൂജയായിട്ട് സ്വാമി പറഞ്ഞു കൊടുക്കണതേ. പാവത്തെ അങ്ങനെ പറഞ്ഞാലേ ചെയ്യുള്ളൂ. സംസാരം നിർത്താനൊന്നും സ്വാമി പറയില്ലല്ലോ. വായില് വെള്ളം കൊണ്ടിട്ട് എന്തെല്ലാം സാഹചര്യം ഉണ്ടായാലും വെള്ളം തുപ്പാനും പാടില്ല, ഒന്നും പറയാനും പാടില്ല. അതൊരു 1-2 മണിക്കൂർ അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളക്കിന്റെ മുമ്പിൽ പ്രാർത്ഥനയായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം ചേട്ടൻ വരുവാണ് ആടി. അപ്പോ ഇതെന്താ ഒരു മാറ്റം, ഇവളെന്താണെന്ന് മിണ്ടാതിരിക്കണേ. അപ്പൊ അത് കഴിയുമ്പോ ആദ്യം തോണ്ടാനൊക്കെ ചെന്നു, പറയാനൊക്കെ ചെന്നു, വിളക്കൊക്കെ തട്ടി മറിച്ച് നോക്കി. സ്വാമി പറഞ്ഞേക്കണ എന്താ? വെള്ളം തുപ്പാൻ പാടില്ല, മിണ്ടാനും പാടില്ല. അങ്ങനെ തന്നെ എന്തൊക്കെ ചെയ്തോട്ടെ. ആളെ തട്ടിയൊക്കെ മറിച്ചിട്ട് നോക്കി, ആളെ അനങ്ങിയില്ല. അങ്ങനെ കഴിഞ്ഞു. ആദ്യത്തെ ദിവസം അതിനെ അതിജീവിച്ചു. 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോടെ അദ്ദേഹത്തിന്റെ വിളക്ക് മറിച്ചിടൽ നിന്നു, ഉപദ്രവിക്കൽ നിന്നു, വർത്തമാനം പറയൽ നിന്നു. അങ്ങനെ നിന്ന് 10-ാമത്തെ ദിവസം എത്തുമ്പോ ഇദ്ദേഹം മദ്യപാനമെല്ലാം കുറഞ്ഞു വന്നിട്ട് ഇദ്ദേഹം ഈ വിളക്കിന്റെ അടുത്ത് വന്നിരുന്ന് കൈ തൊഴുതുകൊണ്ട് കരയുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോ ഗുരുവാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുടുംബം അതോടുകൂടി ആ സ്ത്രീ ഏറ്റവും ശാന്തവും സ്വസ്ഥവുമായുള്ള ജീവിതത്തിലേക്ക് വരികയാണ്. അവിടേക്ക് മൗനത്തിലൂടെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ആ മൗനം ആ കുടുംബത്തിനെ മാറ്റിയെടുത്തില്ലേ, അല്ലേ? അപ്പോ നമുക്ക് പ്രാർത്ഥനയും വേണം. ഗുരുവിന്റെ അടുത്ത് സമർപ്പിച്ചാൽ മാറാത്ത വ്യാധികളോ ദുഃഖങ്ങളോ ഇല്ല. എന്ത് വരുമ്പോഴും ഇപ്പൊ നമുക്ക് ഗുരുവിനെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ എന്നും പറ്റുമെങ്കിൽ എന്നും വന്ന് ആ പാദം വണങ്ങി ആ എന്താ പറയുക തിരുനാമങ്ങളൊക്കെ ചൊല്ലി 4 വരിയെങ്കിലും അവിടെ നിന്ന് ചൊല്ലിയിട്ട് ആ ഋഷികടം തീർത്തിട്ടേ നമ്മൾ പോകാവൂ. എന്ത് ജോലിയും ഇനി നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ്
എല്ലാവരും ശാന്തമായി ഉറങ്ങാൻ പോകുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ച് ഭഗവാനോട് അന്നത്തെ ദിവസത്തിന്റെ ഒരു നന്മ പറഞ്ഞുകൊണ്ട് 2 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് കിടന്നാലുണ്ടല്ലോ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ ജീവിതത്തിലെ നമുക്കറിയാം പല പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നമ്മള് കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, മക്കളുടെ ബുദ്ധിമുട്ടുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടുണ്ട്, സമൂഹത്തിലെ ബന്ധുക്കളുടെ, അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നത് ദൈവം തന്നതല്ല, പ്രാരബ്ധ കർമ്മഫലമായി നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അതിനെ നമ്മൾ ഈശ്വരാർപ്പിതമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ കർമ്മം നമുക്ക് അനുഭവിക്കാനും അതിനെ അതിജീവിക്കാനും നമുക്ക് സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ട എന്റെ സമയമായിട്ടുണ്ട്, ചെയ്യേണ്ട ഒരു പ്രതിജ്ഞ എന്താന്ന് വെച്ചാൽ ഗുരുവിനെ പഠിക്കാനും അറിയാനും മുന്നോട്ട് വരിക. കാരണം ഗുരുവിനോളം സമ്പത്ത് തന്നിട്ടുള്ള, ആധ്യാത്മിക സമ്പത്ത് തന്നിട്ടുള്ള ഒരു ഋഷീശ്വരൻ ഈ ലോകത്തില്ല. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഗുരുവിന്റെ മഹത്വം എന്ത്, വലിപ്പം എന്തെന്ന് അറിയില്ല. സത്യല്ലേ? അതൊന്നും തെറ്റാണെന്നോ അതിലേക്ക് പോകരുതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, 73 വർഷം വരെയുള്ള മഹാഗുരുവിന്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും അവിടത്തേക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. പതിത ജനകോടികൾക്ക് വേണ്ടി അരൂപുരം പ്രതിഷ്ഠ മുതൽ അങ്ങോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രതിഷ്ഠകൾ തന്നു. അതോടുകൂടിയല്ലേ നമുക്ക് ക്ഷേത്രത്തിൽ പോകാനായത്, അല്ലേ? ആ ക്ഷേത്രത്തിൽ ആദ്യം മൂലകുടുംബമായി പറയുന്ന അരൂപുരമാണ്. നമ്മളിപ്പോ 4 അമ്പലം വെക്കും. ഇപ്പോ രാമായണ മാസമൊക്കെ വെക്കുമ്പോ 4 അമ്പലം വെക്കും. ഏതോ 4 ഇവിടേക്ക് ഉണ്ടോ അങ്ങനെ 4 അമ്പലം പോക്കൊക്കെ ഉണ്ട്, അല്ലെ? എന്തിനാ 4 അമ്പലം പോകുന്നേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെ കുറിച്ച്? അതൊന്നും നമുക്കറിയില്ല. എന്തോ മുൻപേ ഗമിച്ചീടിനെ പോകു തന്നെ, പുറമെ ഒരാൾ പോയാ 4 അമ്പലത്തിൽ പോയാൽ എല്ലാം കിട്ടും. 4 അമ്പലം എന്ന് പറഞ്ഞാൽ ആരാ? രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഇവരാരാ? ദശരഥ മഹാരാജാവിന്റെ മക്കളാ. അത് ഏത് കൃതിയിലാ പറയണേ? വെറുതെ ഇങ്ങോട്ട് പറഞ്ഞേ. രാമായണം. രാമായണം ഏത് യുഗത്തിലുണ്ടായതാ? ത്രേതായുഗം, അല്ലെ? ത്രേതായുഗത്തിലെ വാൽമീകി മഹർഷി എഴുതിയ ഒരു കാവ്യമാണ് രാമായണം. അതിനകത്ത് 4 കഥാപാത്രങ്ങളാണ്. ആര്? ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അല്ലെ? ഇവരെന്തിന്റെ പ്രതീക? സാഹോദര്യം, സഹോദര സ്നേഹത്തിന്റെ പ്രതീകമാണ്. ആര്? രാമലക്ഷ്മണന്മാര്, ഭരതൻ, ശത്രുഘ്നന്മാരല്ലേ? അവര് ഒരു കുടുംബത്തിലെ 4 സഹോദരന്മാർ ഒരാളുടെ ദുഃഖത്തിൽ ഒരാള് പങ്കുചേർന്നിരുന്നു. രാമന് വന്ന ദുഃഖം 3 പേരും ഒരുമിച്ച് അനുഭവിച്ചു. ഭരതൻ രാജ്യം ഭരിച്ചോ? ഇല്ല. ജടയൊക്കെ ധരിച്ച് രാജ്യത്തിന്റെ പുറകിൽ പോയെന്ന് ചേട്ടന്റെ ചെരുപ്പ് വാങ്ങി, പാതുകം വാങ്ങി, പാതുകത്തെ പ്രണമിച്ച് ജ്യേഷ്ഠൻ ജീവിക്കുന്ന പോലെ ഫലമൂലാദികൾ തിന്ന് ജടയും ധരിച്ചു കഴിഞ്ഞു. ലക്ഷ്മണൻ എന്ത് ചെയ്തു? അല്ലെ? തോളി പിടിച്ച് സഹായമായി മുമ്പേ നടന്നു. സീത എന്ത് ചെയ്തു? രാമന്റെ കാലിൽ മുള്ളു കൊള്ളാതിരിക്കാൻ മുമ്പേ നടന്ന ആ മുള്ള എന്റെ കാലിൽ കൊണ്ടോട്ടെ, എന്റെ ഭർത്താവ് സുരക്ഷിതനാകട്ടെ. ഇത്രയും സൗഭാഗ്യവാൻ ആരുണ്ട്? അപ്പൊ ആ ബ്രദർഹുഡിനെ നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ, നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ 4 മൂർത്തികളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനെങ്കിൽ അത്ഭുതം അതിലെന്ത്? സ്വന്തം വീട്ടിൽ ജനിച്ച അനിയനെ ഉണ്ടല്ലോ, സ്വത്ത് തർക്കത്തിന്റെ പേരില് ചേട്ടാനിയന്മാര് പരസ്പരം മിണ്ടാതിരിക്കുന്ന വീട്ടിലെ ഒരാളാണ് എവിടെ പോകുന്നേ? 4 അമ്പലത്തിൽ പോണേ എന്തിനാ? ബ്രദർഹുഡ് ഉറപ്പിക്കാൻ. ഇനി ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തില് ഒരു ജാതിയുടെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തിയ ഇടങ്ങളിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കിക്കൊണ്ട് ഗുരു, ആത്മീയതയെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ഗുരു എത്രയെത്ര ക്ഷേത്രങ്ങൾ നമുക്ക് തന്നു. സത്യം, ധർമ്മം, ദയ, ശാന്തി, അങ്ങനെ മാനുഷിക മൂല്യങ്ങളെ വരെ ഗുരു പ്രതിഷ്ഠിച്ച് തന്നിട്ടും അടിമത്വത്തിലേക്കും അസമത്വത്തിലേക്കും തൊഴാൻ പോകുന്ന നമ്മളെ എന്താ പറയാ? തൊട്ടടുത്തൊരു ഗുരുമണ്ഡപം ഉണ്ടെങ്കിൽ പോലും കയ്യിലിരിക്കുന്ന പൈസ അവിടെ ഇടാതെ നേരെ കൊണ്ട് അവിടെ ഇടും.
അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു നാലമ്പലത്തിലും പോയാലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. പ്രാരബ്ധഫലമായി വന്നിരിക്കുന്ന ഈ ശരീരത്തിൽ ആ കർമ്മങ്ങൾ പ്രാരബ്ധം കൊണ്ട് അനുഭവിച്ച് തന്നെ തീരൂ. വിധി വരച്ചത് മാറി വരാൻ പണി പ്രതിവിധിക്കുമകറ്റരുതായത്. ഒരു പ്രതിവിധിക്കും നമ്മുടെ കർമ്മത്തെ മാറ്റി എഴുതാൻ പറ്റില്ല. ഈശ്വരൻ അവനവന്റെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യമാണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഈശ്വരൻ ആരാന്ന് ചോദിച്ചപ്പോൾ നീയാണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു, അല്ലെ? അപ്പൊ നമ്മുടെ സങ്കല്പ ശക്തി കൊണ്ട് പ്രാർത്ഥിച്ച് നേടിയ ജോലിയും സമ്പത്തും മറ്റൊരാൾക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാതും തന്ന്, വിദ്യാഭ്യാസത്തിന് അവകാശം തന്ന്, വഴി നടക്കാൻ അവകാശം തന്ന്, എല്ലാതും നമുക്ക് തന്ന മഹാഗുരുവിന് കൊടുക്കാൻ ഒരു 10 രൂപയില്ല. എവിടെയോ ക്ഷേത്ര കമ്മിറ്റിക്കാർ വളരെ സന്തോഷമായി. ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ഈശ്വരാനുഗ്രഹങ്ങൾ. ഈശ്വരന് നമ്മുടെ പൈസ ആവശ്യമില്ല. നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ പൈസ ഇടുന്ന എന്തിനാണെന്നറിയോ? ഈ ദേശത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കാൻ നമ്മളുടെ സമ്പത്തിന്റെ ഒരംശം നമ്മുടെ ക്ഷേത്രത്തിൽ ഇടുമ്പോൾ ആ പൈസ ഈ ലോകത്തെ, ഈ നാട്ടിലെ ജനങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അടക്കം, നിർധനരായ ആളുകളുടെ സഹായങ്ങൾ അടക്കം നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദേവകടമായി നമ്മൾ പൈസ സമർപ്പിക്കുന്നത്. അല്ലാതെ ദൈവങ്ങൾക്ക് നമ്മുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് പൈസ ഉള്ളവന് കൊടുക്കും, പൈസ ഇല്ലാത്തവന് കൊടുക്കില്ല. എന്തൊരു യുക്തിയാ! അങ്ങനെ ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറെ ചിന്തിക്കൂ. ഗുരുവായൂരൊക്കെ ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നിയിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ട്. വെളുപ്പിന് 4 മണി 3 മണി 2 മണി മുതൽ ക്യൂ നിന്നിട്ട് അവസാനം ഇടയ്ക്കിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വരും, 5000 രൂപ അടച്ച 5 പേർക്ക് കയറാത്രേ. അപ്പോൾ പാവങ്ങളായ ആളുകൾ ഈ ക്യൂ നിൽക്കുന്നവരെയും കൂടി മറികടന്നിട്ടാണ് 5000 രൂപ അടച്ചിട്ട് തൊഴുതിട്ട് പോകും. 5000 രൂപ കൊടുക്കുന്നവനെ അനുഗ്രഹിക്കാതിരിക്കുന്നവനാണോ ദേവൻ? ആലോചിച്ച് നോക്കൂ. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തന്ന തത്വങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. അത് പഠിക്കാതെ, അതറിയാതെ പാൽപ്പായസം നേദിച്ചിട്ടോ, പഞ്ചാമൃതം നേദിച്ചിട്ടോ, കുന്നിക്കുരു നേദിച്ചിട്ടോ, ചേന നേദിച്ചിട്ടോ, ഭഗവത്ഗീത തന്നെ തൂക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാര്യമുണ്ടാകണമെങ്കിൽ ഭഗവാൻ പറഞ്ഞത് അവനവന്റെ ഉള്ളിൽ പ്രകാശിക്കണം. അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതാ. മൂഢന്മാരാണ് ഞാനൊരു മനുഷ്യനാണെന്ന് കരുതി എന്നെ, മനുഷ്യരൂപത്തിലുള്ളതാണെന്ന് കരുതി എന്നെ പൂജിക്കുന്നത്. ഞാൻ എങ്ങും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണെന്ന് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ചിന്തിച്ചെടുത്തുകൂടെ അത് ആരാണ് ആ രൂപം കൊടുത്തത്? ശ്രീനാരായണ ഗുരുദേവൻ എന്ന ദിവ്യ ചൈതന്യം. ഞാൻ പറഞ്ഞു, ഗുരുവിന്റെ ദിവ്യ തേജസ്സിനെ നോക്കി വരച്ച ചിത്രം. ഗുരുവിന്റെ യുവത്വത്തിലെ ചിത്രങ്ങൾ അധികം കുറവാണ്. വളരെ തേജോവാനായ ഗുരു ഏത് കൃഷ്ണ വിഗ്രഹത്തെയും തോൽപ്പിക്കുന്ന ആ തേജസാർന്ന ഭഗവാൻ ഇവിടെ ജീവിച്ച് നമുക്ക് അനുഗ്രഹം തന്ന് കടന്നുപോയതാണ്. ഇതൊക്കെ നമ്മൾ മറക്കാതെ തന്നെ ഹൃദയത്തിലേറ്റണം. ഗുരുവിനെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാവരുത്. അത് അങ്ങനെ നമ്മൾ ചെയ്താൽ ഗുരുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയാണ്. ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഈ നാമങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ സാരം ലളിതാസഹസ്രനാമത്തിന്റെയും അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിന്റെയും സൗന്ദര്യലഹരിയുടെയും ഭാഗവതത്തിന്റെയും ഭഗവത്ഗീതയുടെയും ഉപനിഷത്തിന്റെയും ഒക്കെ സാരം ഊറ്റിയെടുത്തുകൊണ്ട് 64ഓളം കൃതികൾ തന്നിട്ടും നമ്മൾ പിന്നെ ഓട്ടത്തിനൊരു കുറവുമില്ല. ഏതായാലും 1:20 ഞാൻ നിർത്തുകയാണ്. ഈ പുണ്യമായ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. ഒത്തിരി സത്സംഗങ്ങളുണ്ടായി. നല്ല മനുഷ്യരെ കാണാനും സംസാരിക്കാനും അവരുടെ ആ സ്നേഹത്തിന് പാത്രമാകാനൊക്കെ കഴിയുന്നത് വീണ്ടും എനിക്ക് ഗുരു തരുന്ന അനുഗ്രഹമാണെന്ന് കരുതുന്നു. ഈ പുണ്യമായ ദേശത്ത് വരാൻ അവസരമൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഉഷ ചേച്ചി, അതുപോലെ തന്നെ ഈ ശാഖായോഗത്തിൻ്റെ ഭാരവാഹികള് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഗുരുഭക്തരായ ഭക്തജനങ്ങൾക്ക് ഗുരുവിനെ പഠിക്കാൻ മഹാഗുരു തന്നെ അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.